വെൽക്കം ടു +1 അക്കൗണ്ടൻസി ക്ലാസ്. നമ്മൾ മൂന്നാമത്തെ അധ്യായമായ റെക്കോർഡിംഗ് ഓഫ് എ ട്രാൻസാക്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജേണൽ തയ്യാറാക്കുന്നത് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ജേണൽ എൻട്രീസ്. കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എന്താണ്? കോമ്പൗണ്ട് ജേണൽ എൻട്രി നമ്മൾ ഇതിനു മുമ്പേ പഠിച്ചിരിക്കുന്നത് ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും മാത്രമുള്ള ജേണൽ എൻട്രീസ് ആണ് അല്ലേ? കേഷുമായി വ്യാപാരം ആരംഭിക്കുന്നു. കേഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കേഷ് അക്കൗണ്ട് ഡെറ്റർ ടു അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റ് കേഷ് അക്കൗണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ് അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്തരത്തിലുള്ള ജേണൽ എൻട്രീസാണ് ഇതുവരെയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത്തരം ജേണൽ എൻട്രീസിനെ സിംഗിൾ ജേണൽ എൻട്രീസ് ഓർ സിമ്പിൾ ജേണൽ എൻട്രീസ് എന്ന് പറയുന്നു. ജേണൽ എൻട്രീസ് വിത്ത് വൺ ഡെബിറ്റ് ആസ്പെക്റ്റ് ആൻഡ് വൺ ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഈസ് കോൾഡ് സിംഗിൾ ജേണൽ എൻട്രി ഓർ സിമ്പിൾ ജേണൽ എൻട്രി. ജേണൽ എൻട്രീസിൻ്റെ കൂടെ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും മാത്രമാണെങ്കിൽ അത്തരം ജേണൽ എൻട്രീസിനെ പറയുന്ന പേരാണ് സിമ്പിൾ ജേണൽ എൻട്രീസ് ഓർ സിംഗിൾ ജേണൽ എൻട്രീസ്. കോമ്പൗണ്ട് ജേണൽ എൻട്രി ഈസ് എ ജേണൽ എൻട്രി വിത്ത് മോർ ദാൻ വൺ ഡെബിറ്റ് ആസ്പെക്റ്റ് ഓർ മോർ ദാൻ വൺ ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഓർ ബോത്ത്. അപ്പോൾ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്താണ്? കോമ്പൗണ്ട് ജേണൽ എൻട്രി ഈസ് എ ജേണൽ എൻട്രി വിത്ത് മോർ ദാൻ വൺ ഡെബിറ്റ് ആസ്പെക്റ്റ് ഓർ മോർ ദാൻ വൺ ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഓർ ബോത്ത്. ഒന്നിലധികം ഡെബിറ്റ് ആസ്പെക്റ്റോ അല്ല എങ്കിൽ ഒന്നിലധികം ക്രെഡിറ്റ് ആസ്പെക്റ്റോ അല്ല എങ്കിൽ രണ്ടും ചേർന്നോ ഉണ്ടാകുന്ന ജേണൽ എൻട്രീസിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ജേണൽ എൻട്രി കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ട് എഴുതണമെങ്കിൽ ഒരേ ഡേറ്റിൽ സംഭവിക്കുന്ന ഇടപാടുകൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 2018 January 10 paid rent rupees 1000. അതേ ഡേറ്റിൽ തന്നെ 2018 January 10 പെയ്ഡ് സാലറി rupees 5000. Same date 2018 January 10 paid commission rupees 1000. ഒരേ ഡേറ്റിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെ ജേണൽ എൻട്രി എഴുതാം എന്ന് നോക്കാം. ഒരു ജേണൽ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. 2018 January 10. എന്തൊക്കെയാണ്? പെയ്ഡ് റെൻറ്റ് rupees 1000. റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. ഡെബിറ്റ് കോളത്തിൽ 1000 എഴുതിയിരിക്കുന്നു. പെയ്ഡ് സാലറി rupees 5000. സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ഒന്നായിട്ട് എഴുതുകയാണ്. 5000 ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 5000. അതേ ഡേറ്റിൽ തന്നെ പെയ്ഡ് കമ്മീഷൻ rupees 1000. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് കോളത്തിൽ 1000. ഇതൊക്കെ പേയ്മെൻറ്റ് നടത്തിയത് കൊണ്ട് തന്നെ
കോമൺ ആയിട്ട് ഒറ്റ ക്യാഷ് അക്കൗണ്ട്, ടു ക്യാഷ് അക്കൗണ്ട്. ക്രെഡിറ്റിൽ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 1000 പ്ലസ് 5000, 6000 പ്ലസ് 1000, 7000. ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 7000. ഇനി ബ്രാക്കറ്റിൽ നരേഷൻ എഴുതുന്നു. പെയ്ഡ്, റെൻറ്റ്, സാലറി ആൻഡ് കമ്മീഷൻ എഴുതിയിരിക്കുന്നു. നമ്മൾ ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രി എഴുതിയിരിക്കുന്നു. ഏതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ. ഒരേ ദിവസം തന്നെ സംഭവിക്കുന്ന 3 ഇടപാടുകളാണിവ. പെയ്ഡ് റെൻറ്റ്, പെയ്ഡ് സാലറി, പെയ്ഡ് കമ്മീഷൻ. ക്രെഡിറ്റ് ആസ്പെക്റ്റ് എല്ലാത്തിൻ്റെയും കോമൺ ആണ്, ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി, ഒരു ജേണൽ എൻട്രി കൊണ്ട് ഈ 3 ഇടപാടുകളും എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തരം ജേണൽ എൻട്രീസിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി. എങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ശ്രദ്ധിക്കുക. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതി. എന്തൊക്കെ പേയ്മെൻ്റ് ആണോ നടത്തിയിരിക്കുന്നത് അതൊക്കെ ഡെബിറ്റ് ചെയ്യുന്നു. റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ, ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് കാണിച്ചു. സാലറീസ് അക്കൗണ്ട് ഡെറ്റർ, ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് കാണിച്ചു. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ, ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് കാണിച്ചു. ടു ക്യാഷ് അക്കൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 7000. എപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, ഡെബിറ്റിലെ എമൗണ്ടിന് ഈക്വൽ ആയിരിക്കും എപ്പോഴും ക്രെഡിറ്റിലെ എമൗണ്ട്. ഡെബിറ്റിലെ എമൗണ്ടിൻ്റെ ടോട്ടൽ ഇവിടെ 7000 ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റിലെ ടു ക്യാഷ് അക്കൗണ്ടിനും 7000 ഉണ്ട്. ഡെബിറ്റിലെ എമൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റിലെ എമൗണ്ട് ഈക്വൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് ജേണൽ എൻട്രി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കോമ്പൗണ്ട് ജേണൽ എൻട്രിയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2017 March 1, Sachin started business with cash rupees 1 lakh, stock rupees 20,000, furniture rupees 10,000 and building rupees 1 lakh. വ്യാപാരം ആരംഭിച്ചത് ക്യാഷ് മാത്രം കൊണ്ടല്ല, ക്യാഷിനോടൊപ്പം തന്നെ സ്റ്റോക്ക്, ഫർണിച്ചർ, അതേപോലെ തന്നെ ബിൽഡിംഗ് എന്നിവയും ഒപ്പം ചേർന്നാണ് സച്ചിൻ എന്ന് പറയുന്ന ആൾ വ്യാപാരം ആരംഭിച്ചത്. വ്യാപാരം ആരംഭിക്കുമ്പോൾ എന്തൊക്കെ അസറ്റ് സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ഡെബിറ്റ് ചെയ്യണം. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിനു മുമ്പിട്ട് നമ്മൾ പഠിച്ചപ്പോൾ ക്യാഷ് മാത്രം കൊണ്ട് വ്യാപാരം ആരംഭിച്ചപ്പോഴാണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നെഴുതിയത്. ഇവിടെ ക്യാഷ് മാത്രമല്ല വ്യാപാരം ആരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റുകൾ, ക്യാഷിന് പുറമെ സ്റ്റോക്ക്, ഫർണിച്ചർ, ബിൽഡിംഗ് ഇവ വ്യാപാരം ആരംഭിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ജേണൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് റുപ്പീസ്, ക്രെഡിറ്റ് റുപ്പീസ്. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. March 1, 2017. എന്തൊക്കെ അസറ്റ് സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ട് ആ അസറ്റുകളൊക്കെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ഡെബിറ്റ് കോളത്തിൽ 1 lakh, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ, ഡെബിറ്റ് കോളത്തിൽ 20,000, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ, ഡെബിറ്റ് കോളത്തിൽ 10,000, ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ, എമൗണ്ട് കോളത്തിൽ 1 lakh. ടു സച്ചിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്
ഇങ്ങനെയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എഴുതുന്നത്. ശ്രദ്ധിക്കുക, ടു സച്ചിൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇതിൻ്റെ ടോട്ടലാണ് കാണിക്കേണ്ടത്. 1 lakh പ്ലസ് 20,000, 1 lakh 20, 1 lakh 30 പ്ലസ് 1 lakh 2,30,000, 2,30,30,000. എപ്പോഴും ജേണൽ എൻട്രിയിലെ ഡെബിറ്റ് ആസ്പെക്റ്റിൻ്റെ എമൗണ്ട് എത്രയാണോ അതിന് തുല്യം തന്നെയായിരിക്കും ക്രെഡിറ്റ് ആസ്പെക്റ്റിലെ എമൗണ്ടും. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നരേഷൻ എന്താണ് എഴുതുക? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, സ്റ്റോക്ക്, ഫർണിച്ചർ ആൻഡ് ബിൽഡിംഗ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, സ്റ്റോക്ക്, ഫർണിച്ചർ ആൻഡ് ബിൽഡിംഗ്. ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നിലധികം ഡെബിറ്റ് ആസ്പെക്റ്റോ അല്ല എങ്കിൽ ഒന്നിലധികം ക്രെഡിറ്റ് ആസ്പെക്റ്റോ അല്ലെങ്കിൽ രണ്ടും ചേർന്നോ, അതായത് ഒന്നിലധികം ഡെബിറ്റ് ആസ്പെക്റ്റും ഒന്നിലധികം ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉള്ള ജേണൽ എൻട്രീസിനെ പൊതുവേ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രീസ്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഉത്തരം നൽകുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ചുവപ്പിലാണ് കാണിക്കുക, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ, അവയുടെ ജേണൽ എൻട്രീസ് എങ്ങനെ എഴുതും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്നാമത്തത് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ബാങ്കിങ് ട്രാൻസാക്ഷൻ, വെൻ ക്യാഷ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദി ബാങ്ക്. നമ്മളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെൻ ക്യാഷ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദി ബാങ്ക്. ബാങ്കിൽ തുക നിക്ഷേപിച്ചാൽ എന്തായിരിക്കും ജേണൽ എൻട്രി? നിങ്ങൾക്ക് ആ ജേണൽ എൻട്രി അറിയുന്നതാണ്. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്കിൽ തുക നിക്ഷേപിച്ചാൽ ബാങ്ക് ബാലൻസ് കൂടുന്നു, ബാങ്ക് എന്ന അസറ്റ് വർദ്ധിക്കുന്നു. സ്ഥാപനത്തിൽ നിന്നും ക്യാഷ് പോകുന്നത് കൊണ്ട് ക്യാഷ് കുറയുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ബാങ്കിങ് ഇടപാട് ആണ്. നമ്മൾ പലപ്പോഴും ഇത് എഴുതിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് ശ്രദ്ധിക്കുക. സെക്കൻഡ്, ക്യാഷ് ഈസ് വിഡ്രോൺ ഫ്രം ദി ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് തുക പിൻവലിക്കുന്നു. ക്യാഷ് ഈസ് വിഡ്രോൺ ഫ്രം ദി ബാങ്ക്. ബാങ്കിൽ നിന്നാണ് പിൻവലിക്കുന്നത്. ഫ്രം ദി ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. സ്ഥാപനത്തിൻ്റെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പിൻവലിക്കുന്നത്. അപ്പോൾ സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. പിൻവലിച്ചാൽ ബാങ്കിലെ ബാലൻസ് കുറയുന്നത് കൊണ്ട് തന്നെ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി നമ്മൾ എഴുതുന്നത്. ഓഫീസ് ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് തുക പിൻവലിച്ചാൽ സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരുന്നു. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് എന്ന അസറ്റ് സ്ഥാപനത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അല്ല എങ്കിൽ ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നത് കൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു.
ബാങ്ക് എന്ന അസറ്റ് കുറയുന്നത് കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ ബാങ്കിങ് ട്രാൻസാക്ഷൻ. ഇനി മൂന്നാമത്തെ ബാങ്കിങ് ഇടപാട് ശ്രദ്ധിക്കുക. ക്യാഷ് ഈസ് വിഡ്രോൺ ഫ്രം ദി ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. വ്യക്തിപരമായ ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നു. ക്യാഷ് ഈസ് വിഡ്രോൺ ഫ്രം ദി ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. വ്യക്തിപരമായ ആവശ്യത്തിനാണ് പിൻവലിക്കുന്നത്. വ്യക്തിപരമായ ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് പിൻവലിച്ചാലും ശരി, സ്ഥാപനത്തിൽ നിന്ന് പിൻവലിച്ചാലും ശരി, ഡ്രോയിങ്സ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ. ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നത് കൊണ്ട് ബാങ്ക് ബാലൻസ് ആണ് കുറയുക. ദെർഫോർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. ബാങ്ക് ബാലൻസ് കുറയുന്നു. നമ്മുടെ സ്ഥാപനത്തിലെ ക്യാഷ് കുറയുന്നുണ്ടോ ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോൾ? ഒരിക്കലുമില്ല. ബാങ്കിലെ ബാലൻസ് ആണ് കുറയുന്നത്. ദെർഫോർ ജേണൽ എൻട്രി വിൽ ബി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നതാണ് ഇവിടുത്തെ ജേണൽ എൻട്രി. മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി നാലാമത്തെ ബാങ്കിങ് ഇടപാട് ശ്രദ്ധിക്കുക. വെൻ ചെക്ക് ഈസ് ഇഷ്യൂഡ് ടു എ പേഴ്സൺ. വെൻ ചെക്ക് ഈസ് ഇഷ്യൂഡ് ടു എ പേഴ്സൺ. ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്. അതിന് പകരമായി അയാൾക്ക് ചെക്കാണ് നൽകുന്നത്. ചെക്ക് നൽകുമ്പോൾ കയ്യിലെ പൈസ കുറയില്ല എന്ന് ആർക്കും അറിയാം. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി? ചെക്ക് നൽകിക്കഴിഞ്ഞാൽ ചെക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അയാളുടെ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് ദി റിസീവർ. ചെക്ക് നമ്മൾ രാജനാണ് നൽകുന്നതെങ്കിൽ രാജൻ ഈസ് ദി റിസീവർ ഓഫ് ചെക്ക്, രാജൻസ് അക്കൗണ്ട് ഡെറ്റർ എന്നാണ് എഴുതുക. എന്നാൽ ഇവിടെ എന്താണ് പറഞ്ഞത്? വെൻ ചെക്ക് ഈസ് ഇഷ്യൂഡ് ടു എ പേഴ്സൺ. ഒരു വ്യക്തിക്ക് നൽകിക്കഴിഞ്ഞാൽ, വ്യക്തി രാജൻ, തോമസ്, ഹമീദ് ഓർ എനി പേഴ്സൺ, അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി വിൽ ബി പേഴ്സൺസ് അക്കൗണ്ട് ഡെറ്റർ. പേഴ്സൺസ് അക്കൗണ്ട് ഡെറ്റർ. ആ ചെക്ക് ആർക്കാണോ നൽകിയത് ആ വ്യക്തി അപ്പോൾ ആ ചെക്ക് സ്വീകരിക്കും. അയാളാണ് ചെക്ക് സ്വീകരിക്കുന്ന ആൾ. നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഡെബിറ്റ് ദി റിസീവർ. പേഴ്സൺ ഈസ് ദി റിസീവർ. പേഴ്സൺസ് അക്കൗണ്ട് ഡെറ്റർ. ചെക്ക് നൽകിയത് കൊണ്ട് തന്നെ ബാങ്ക് ബാലൻസ് ആണ് കുറയുക. ദെർഫോർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി എഴുതുക. ഒരു വ്യക്തിക്ക് പൈസയല്ല നൽകുന്നത്. പൈസ നൽകേണ്ടതിന് പകരം നമ്മൾ ചെക്കാണ് നൽകുന്നത്. വെൻ ചെക്ക് ഈസ് ഇഷ്യൂഡ് ടു എ പേഴ്സൺ, വാട്ട് ഈസ് ജേണൽ എൻട്രി? പേഴ്സൺസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇതാണ് മറ്റൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ. മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക. 5. Check is received from a person. When check is received from a person. ശ്രദ്ധിക്കുക. ചെക്ക് സ്വീകരിക്കുന്നത് ക്യാഷ് സ്വീകരിക്കുന്നതിന് തുല്യമാണ്. ചെക്ക് നൽകുന്നത് ക്യാഷ് നൽകുന്നതിന് തുല്യമല്ല എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ജേണൽ എൻട്രി എന്തായിരുന്നു? പേഴ്സൺസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നായിരുന്നു. എന്നാൽ ചെക്ക് സ്വീകരിക്കുന്നത് ക്യാഷ് സ്വീകരിക്കുന്നതിന് തുല്യമാണ്. വെൻ ചെക്ക് ഈസ് റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ, ജേണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പേഴ്സൺസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പേഴ്സൺസ് അക്കൗണ്ട്. ഒരാളിൽ നിന്ന് ചെക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ
അത് കേസ് സ്വീകരിച്ചതിന് തുല്യം തന്നെയാണ് എന്നാണ് അക്കൗണ്ടൻസിയിലെ ട്രീറ്റ്മെൻറ്റ്. ദെർഫോർ ജേണൽ എൻട്രി വിൽ ബി, കേസ് സ്വീകരിക്കുകയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പേഴ്സൺസ് അക്കൗണ്ട്, അത് നൽകിയ ആൾ, ചെക്ക് നൽകിയ ആൾ, അയാളുടെ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ്, ആറാമത്തെ ബാങ്കിങ് ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക. വെൻ ചെക്ക് റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദി ബാങ്ക് ഫോർ കളക്ഷൻ. വെൻ ചെക്ക് റിസീവ്ഡ് from a person is deposited in the bank for collection. ഒരു വ്യക്തിയിൽ നിന്ന് ചെക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നു, ആ ചെക്ക് ബാങ്കിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് തൊട്ട് മേലെ കാണുന്നില്ലേ, ചെക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പേഴ്സൺസ് അക്കൗണ്ട് എന്ന് ജേണൽ എൻട്രി എഴുതി. ആ ചെക്ക് ബാങ്കിലേക്ക് സമർപ്പിക്കുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടുന്നതായിട്ടാണ് സങ്കല്പം. ദെർഫോർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ശ്രദ്ധിക്കുക, ചെക്ക് സ്വീകരിച്ചപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്നെഴുതിയിട്ടുണ്ട്. ഇവിടെ ബാങ്കിലേക്ക് നൽകിയപ്പോൾ ടു ക്യാഷ് എന്നെഴുതുന്നു. അത് രണ്ടും ക്യാൻസൽ ചെയ്തു പോയാൽ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ബാക്കിയുണ്ടാകുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പേഴ്സൺസ് അക്കൗണ്ട് എന്ന് മാത്രമാണ്. അപ്പോൾ ഈ രണ്ട് ജേണൽ എൻട്രിയുടെ നെറ്റ് ഇഫക്റ്റ് എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പേഴ്സൺസ് അക്കൗണ്ട് എന്നത് മാത്രമാണ്. ചെക്ക് സ്വീകരിക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പേഴ്സൺസ് അക്കൗണ്ട്, ആ ചെക്ക് ബാങ്കിൽ പൈസ ലഭിക്കാൻ വേണ്ടി കളക്ഷന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത്. ഇനി നമുക്ക് ഏഴാമത്തെ ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്താണെന്ന് പരിശോധിക്കുക. വെൻ എ പേഴ്സൺ റെമിറ്റ്സ് ക്യാഷ് ഡയറക്ട്ലി ടു അവർ ബാങ്ക് അക്കൗണ്ട്, ഒരു വ്യക്തി നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക നിക്ഷേപിച്ചാൽ, വെൻ എ പേഴ്സൺ ഡയറക്ട്ലി deposited cash to our bank account, ഒരു വ്യക്തി നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക നിക്ഷേപിക്കുന്നു, ബാങ്ക് ബാലൻസ് കൂടും. അത് നൽകിയത് ആ വ്യക്തിയാണ്. ആ രണ്ട് കാര്യമാണ് ജേണൽ എൻട്രി മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതായിട്ടുള്ളൂ. ദെർഫോർ ജേണൽ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പേഴ്സൺസ് അക്കൗണ്ട്. ഇതാണ് ജേണൽ എൻട്രി. ബാങ്ക് ബാലൻസ് കൂടും, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. പുറത്തുള്ള ഒരു വ്യക്തി നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഇങ്ങനെ നിക്ഷേപിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? നമ്മൾ അയാൾക്ക് കടമായിട്ട് വിറ്റിട്ടുണ്ടാവും. അയാൾ അപ്പോഴേ തന്നെ അയാൾക്ക് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പറും നൽകിയിരിക്കും. അയാൾ പൈസയുള്ളപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നിക്ഷേപിക്കുന്നു, ബാങ്ക് ബാലൻസ് കൂടും. അത് നൽകിയത് ആ വ്യക്തിയാണ്. ദെർഫോർ ജേണൽ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പേഴ്സൺസ് അക്കൗണ്ട്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, വെൻ ബാങ്ക് അലോസ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. എട്ടാമത്തെ ബാങ്കിങ് ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക. വെൻ ബാങ്ക് അലൗസ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്
ബാങ്ക് നമ്മുടെ നിക്ഷേപത്തിന് പലിശ അനുവദിച്ചു. നമ്മൾ നിക്ഷേപിച്ച ആളാണ്, ആ നിക്ഷേപത്തിന് പലിശ അനുവദിച്ചു. ആ പലിശ നമുക്ക് വരുമാനമാണ്, അല്ലേ? നമുക്ക് ആ ഇൻട്രസ്റ്റ് ലഭിക്കുന്നു, വരുമാനമാണ്. സാധാരണയായി ബാങ്ക് ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് പലിശ അനുവദിച്ചിട്ടുണ്ട്, ആ പലിശ വാങ്ങാൻ വരണമെന്ന്. ആ അക്കൗണ്ടിൽ കൂട്ടിവെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സാധാരണയായിട്ട് ഇതിൻ്റെ ഇഫക്റ്റ് എന്താണ്? ബാങ്ക് ബാലൻസ് കൂടും. 10,000 രൂപയാണ് ഒരാൾ നിക്ഷേപിച്ചത്, അയാൾക്ക് 500 രൂപ ബാങ്ക് ഇൻട്രസ്റ്റ് ബാങ്ക് അനുവദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഡെപ്പോസിറ്റ് ഇപ്പോൾ 10,500 രൂപയായി ഉയരും. അത് മാത്രമാണ് അതിൻ്റെ ഇഫക്റ്റ്. അല്ലാതെ 500 രൂപ നിങ്ങൾക്ക് പലിശ അനുവദിച്ചിട്ടുണ്ട്, അത് വാങ്ങാൻ വേണ്ടി ബാങ്കിലെത്തുക എന്ന് ഒരു ബാങ്കും പറയാറില്ല. Therefore, journal entry will be bank account debtor. ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നത് കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഇൻട്രസ്റ്റ്, ടു ബാങ്ക് ഇൻട്രസ്റ്റ്. ഇതാണ് ജേണൽ എൻട്രി. ബാങ്ക് ഇൻട്രസ്റ്റ് ഈസ് an income of the depositor. Therefore, journal entry will be bank account debtor to bank interest account. ഇത്രയും ബാങ്കിങ് ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കുക. ഇനി ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഈ ക്ലാസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി.